നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയകേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, പട്ടാമ്പി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ഈ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാലക്കാട് ജില്ലയുടെ സാംസ്കാരിക ഹൃദയഭൂമിയായ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലാണ്. ഒറ്റപ്പാലം നഗരസഭയും അമ്പലപ്പാറ, കടമ്പഴിപ്പുറം, കരിമ്പുഴ, ലക്കിടി, പേരൂർ, പൂക്കോട്ടുകാവ്, ശ്രീകൃഷ്ണപുരം, തച്ചനാട്ടുകര എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. കഥകളിക്കും സാഹിത്യത്തിനും കാർഷിക പാരമ്പര്യത്തിനും പേരുകേട്ട ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ കിഫ്ബിയിലൂടെ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇന്ന് നാം വിശദമായി പരിശോധിക്കുന്നത്. കിഫ്ബിയുടെ 25ാമത് വാർഷികമാണ് 2024 നടക്കുന്നത്. കാൽ നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തല വികസന രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കിഫ്ബിയിലൂടെ സാധിക്കുകയുണ്ടായി. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കേരളമാകെ ഒരു പട്ടണമായി മാറിക്കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ നാട്ടിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി നിരവധിയായിട്ടുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജാണ് ഒറ്റപ്പാലം മണ്ഡലത്തിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ മണ്ണമ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്നത്. ആ കോളേജിൽ കിഫ്ബി പദ്ധതിയിൽ ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രം 15 കോടിയിൽ പരം രൂപയുടെ കെട്ടിട സമുച്ചയങ്ങളാണ് അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മാത്രവുമല്ല, റോഡിൻ്റെ കാര്യത്തിൽ ഷൊർണൂർ ഒറ്റപ്പാലം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന അടയ്ക്കാവുത്തൂർ കല്ലുവഴി റോഡ് ഈ കാലഘട്ടത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ശ്രീകൃഷ്ണപുരത്ത് നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടായിട്ടുള്ള ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിൻ്റെ ആദ്യ റീച്ച് ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി വരെയുള്ള ഭാഗം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായിട്ടുണ്ട്. സെക്കൻഡ് റീച്ചിൻ്റെ ഉദ്ഘാടനവും ഒരേ ഘട്ടത്തിൽ തന്നെ നമുക്ക് നടത്താനും കഴിയുന്ന സ്ഥിതിയാണുള്ളത്. നല്ല നിലയിലുള്ള വ്യത്യാസം മാറ്റം നമ്മുടെ മണ്ഡലത്തിലും പൊതുവിൽ കേരളത്തിലാകെയും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ കേരളം സാധാരണ നിലയിൽ ഇത്തരമൊരു പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ നടക്കുമായിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു 100 മടങ്ങ് വേഗതയിലും കരുത്തിലും നമുക്ക് നാടിൻ്റെ വികസനത്തിൽ, അത് റോഡാകട്ടെ, പാലമാകട്ടെ, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളാകട്ടെ, അതിലെല്ലാം നമുക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. കിഫ്ബിയുടെ 25ാം വാർഷികം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന കുതിപ്പിൻ്റെ 25 വർഷം കൂടിയാണ് ഈ ഘട്ടത്തിൽ നാം ആഘോഷിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നാടിൻ്റെ സമഗ്ര വികസനത്തിൽ പശ്ചാത്തല രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. MLA എന്ന നിലയിൽ 3.5 വർഷക്കാലത്തെ ഈ പ്രവർത്തനങ്ങളെ മണ്ഡലത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിലുള്ള മാറ്റവും മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ട് എന്നത് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. 25ാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേരുന്നു. കിഫ്ബി ഫണ്ട് എങ്ങനെയാണ് ഒറ്റപ്പാലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകുന്നത്? ഓരോ പദ്ധതിയും സാധാരണക്കാരന്റെ ആവശ്യങ്ങളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു നാടിന്റെ വളർച്ചയുടെ പ്രധാന സൂചകങ്ങളിലൊന്നാണ് അവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ. ഒറ്റപ്പാലം പട്ടണത്തെയും മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പാതകൾ മെച്ചപ്പെടുത്തുന്നതിന് പുതിയവ നിർമ്മിക്കുന്നതിനും സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ കിഫ്ബിയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സുപ്രധാന റോഡ് പദ്ധതികൾ ഒറ്റപ്പാലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമാണ്.
ശ്രദ്ധേയമായ പദ്ധതി ഒറ്റപ്പാലം ബൈപ്പാസ് തന്നെയാണ്. പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക എന്ന ദീർഘകാല ആവശ്യം ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. 78 കോടി രൂപ കിഫ്ബി സഹായത്തോടെ RBDCക്ക് നിർമ്മിക്കുന്ന ഈ ബൈപ്പാസിന്റെ 44 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി എന്നത് പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് കാണിക്കുന്നത്. ബൈപ്പാസ് തുറക്കുന്നതോടെ ഒറ്റപ്പാലം ടൗണിലെ തിരക്ക് കുറയുകയും യാത്രകൾ സുഗമമാവുകയും ചെയ്യും. ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡ്. ഈ പ്രധാന പാതയുടെ നവീകരണത്തിനായി KRFP വഴി 62 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 9 കോടി രൂപയുടെ പണികൾ നടന്നു കഴിഞ്ഞു. ഇത് പൂർത്തിയാകുന്നതോടെ സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്ര സാധ്യമാകും. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ്. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 12.5 കിലോമീറ്റർ റോഡിനായി 54.7 കോടി രൂപ വകയെടുത്തിരിക്കുന്നു. 24 കോടിയിലധികം രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. ഇത് കാർഷിക ഉൽപ്പന്ന വിപണനത്തിനും ഗ്രാമീണ ജനതയുടെ യാത്രാ സൗകര്യത്തിനും ഏറെ ഗുണകരമാകും. അടയ്ക്കാപുത്തൂർ കല്ലുവടി റോഡ്. 16.3 കോടി രൂപ മുടക്കി നവീകരിച്ച ഈ റോഡിന്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇത് കൃത്യസമയത്ത് പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. വാണിയംകുളം വല്ലപ്പുഴ റോഡിന്റെ നവീകരണ പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. വൈകാതെ അതും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ റോഡ് ശൃംഖല ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും അടിത്തറ പാകും. ആരോഗ്യ സംരക്ഷണ രംഗത്ത് മികച്ച സൗകര്യങ്ങൾ പ്രാദേശികമായി ഒരുക്കുക എന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കിഫ്ബിയിലൂടെ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ നവീകരണം ഈ രംഗത്തെ പ്രധാന കാൽവെപ്പാണ്. പുതിയ OP ബ്ലോക്ക്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അത്യാഹിത വിഭാഗം, കൃത്യമായ രോഗനിർണയത്തിനുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്കായി HITS വഴി 13.5 കോടി രൂപ വകയിരുത്തിയതിൽ 11 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇത് ആശുപത്രിയുടെ പ്രവർത്തനക്ഷമതയും സേവന നിലവാരവും വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ നവീകരണത്തിന് അനുബന്ധമായി ആശുപത്രിയിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങാൻ KMSCL മുഖേന 66 ലക്ഷം രൂപയുടെ മറ്റൊരു പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകി. ഇതോടെ ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം മികച്ച ചികിത്സാ ഉപകരണങ്ങളും ഉറപ്പാക്കുന്നു. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന കിഫ്ബി പദ്ധതിയുടെ പ്രയോജനം ഒറ്റപ്പാലത്തെ 100 കണക്കിന് വൃക്ക രോഗികൾക്ക് ആശ്വാസമാകും. ഈ പദ്ധതിയിൽ ഇതിനകം വലിയ തുക ചെലവഴിച്ചു കഴിഞ്ഞു. പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന ബൃഹത്തായ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായുള്ള സൗകര്യങ്ങളും ഒറ്റപ്പാലത്ത് ഒരുങ്ങുന്നുണ്ട്. ഈ ഇടപെടലുകളിലൂടെ ഒറ്റപ്പാലത്തെ സർക്കാർ ആരോഗ്യ മേഖല കൂടുതൽ ജനകീയവും കാര്യക്ഷമവും ആവുകയാണ്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ശുദ്ധജലം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിലനിന്നിരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ജലവിഭവ വകുപ്പ്, കേരള വാട്ടർ അതോറിറ്റി വഴി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ സമഗ്രമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. അമ്പലപ്പാറ പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതി ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. 2 ഘട്ടങ്ങളിലായി 21 കോടിയിലധികം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ ഈ പദ്ധതിയുടെ ഭൂരിഭാഗം പണികളും പൂർത്തിയായി. ഇത് ആ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് വലിയൊരളവിൽ പരിഹാരം കണ്ടിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി നീക്കിവെച്ച WRD 005 നിന്നും ഒറ്റപ്പാലത്തിന് കാര്യമായ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. 24 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം നടന്നു. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും ജലലഭ്യത ഉറപ്പാക്കുന്നതിനുമായി തൂത്തപ്പുഴയിൽ തടയണകൾ നിർമ്മിക്കാനുള്ള പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലുള്ളതും ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. ഈ പദ്ധതികളിലൂടെ മണ്ഡലത്തിലെ കുടിവെള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും സാധിക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കുന്ന വിവിധ സ്കൂൾ ക്ലസ്റ്റർ നവീകരണ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്കായി ചെലവഴിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒറ്റപ്പാലം മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിലും ആധുനിക ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുങ്ങുന്നു. ഇത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നു. പുതിയ ക്ലസ്റ്റർ പദ്ധതികളും പരിഗണനയിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൽ തൃശൂർ, പാലക്കാട് ക്ലസ്റ്ററിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വികസനത്തിന് KSITIL വഴി 29 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയത് ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും ഗുണകരമാകും.
നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രധാന വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം, പ്രത്യേകിച്ച് മലിനജലത്തിൻ്റെ സംസ്കരണം. ഒറ്റപ്പാലം നഗരസഭ ഈ വിഷയത്തിൽ മാതൃകാപരമായ ഒരു ചുവടുവയ്പ്പാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടത്തുന്നത്. ഒറ്റപ്പാലം നഗരസഭയിൽ ഒരു ആധുനിക മലിനജല ശുദ്ധീകരണ പ്ലാന്റും സെപ്റ്റേജ് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനവും സ്ഥാപിക്കുന്നതിനുള്ള 12.8 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി. ഇംപാക്ട് കേരള ലിമിറ്റഡ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2.2 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ നഗരത്തിലെ മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കാനും അതുവഴി പരിസ്ഥിതി മലിനീകരണം തടയാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും സാധിക്കും. ഇത് ഒറ്റപ്പാലം നഗരത്തിന്റെ ശുചിത്വത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതായിരിക്കും. യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികളും പുരോഗമിക്കുന്നു. പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് KDISC വഴി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതി ഇതിന് ഉദാഹരണമാണ്. 27.5 കോടി രൂപ കിഫ്ബി ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതിയിലൂടെ ഒറ്റപ്പാലത്തെ യുവജനങ്ങൾക്കും പുതിയ തൊഴിൽ മേഖലകളിൽ പരിശീലനം നേടാനും മികച്ച തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താനും വഴിയൊരുക്കും. ഇതുവരെ നാം പരിശോധിച്ചത് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന പ്രധാന വികസന പദ്ധതികളെക്കുറിച്ചാണ്. ഗതാഗതം മുതൽ മാലിന്യ സംസ്കരണം വരെ, ആരോഗ്യം മുതൽ വിദ്യാഭ്യാസം വരെ നീളുന്ന ഈ പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ, കടമ്പഴിപ്പുറം, കരിമ്പുഴ, ലക്കിടി, പേരൂർ, പൂക്കോട്ടുകാവ്, ശ്രീകൃഷ്ണപുരം, തച്ചിനാട്ടുകര എന്നീ പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരും. മികച്ച റോഡുകൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ, തടസ്സമില്ലാത്ത കുടിവെള്ളം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ശുചിത്വമുള്ള പരിസ്ഥിതി, ഇതെല്ലാമാണ് ഈ വികസന പ്രവർത്തനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. കിഫ്ബിയിലൂടെയുള്ള ഈ നിക്ഷേപം ഒറ്റപ്പാലത്തിന്റെ ശോഭനമായ ഭാവിക്കുള്ള അടിത്തറയാണ്. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സാഹിത്യ സാംസ്കാരിക പൈതൃകത്താൽ സമ്പന്നമായ പട്ടാമ്പി നിയോജക മണ്ഡലം, പട്ടാമ്പി നഗരസഭയും കോപ്പം, കുലുക്കല്ലൂർ, മുതുതല, ഓങ്ങല്ലൂർ, പരുത്തൂർ, തിരുവേഗപ്പുറ, വിളയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് കേരള സർക്കാർ കിഫ്ബിയിലൂടെ നടപ്പാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളെക്കുറിച്ചാണ് ഇന്ന് നാം വിശദമായി അറിയാൻ പോകുന്നത്. വികസനം എന്നത് കേവലം കണക്കുകൾക്കപ്പുറം അത് നാടിൻ്റെ സ്പന്ദനമാണ്, ജനങ്ങളുടെ പ്രതീക്ഷയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് മുന്നിൽ പരിമിതമായിരിക്കാം. എന്നാൽ ഓരോ പദ്ധതിക്ക് പിന്നിലെ ലക്ഷ്യങ്ങളും അതിനായി നീക്കിവെച്ചിട്ടുള്ള ഭീമമായ തുകയും പദ്ധതികളുടെ നിലവിലെ പുരോഗതിയും നൽകുന്ന ചിത്രം വളരെ വലുതാണ്. കിഫ്ബി എങ്ങനെയാണ് പട്ടാമ്പിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കരുത്തേകുന്നത്? ഓരോ രൂപയും എവിടെയെല്ലാം എത്തുന്നു? സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഈ പദ്ധതികൾ എങ്ങനെയാണ് ക്രിയാത്മകമായി സ്വാധീനിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ തേടുന്നത്. നമ്മുടെ കേരളത്തിലെ പാശ്ചാത്തല വികസന കാര്യത്തിൽ വലിയ കുതിച്ചു ചാട്ടമുണ്ടാക്കുന്നതിന് കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. നമ്മൾ സ്വപ്നം കാണുന്ന പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിച്ചത് കിഫ്ബിയാണ്. പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിൽ വലിയ മാറ്റമാണ് കിഫ്ബി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. വലിയ കെട്ടിടങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാക്കുന്നതിന് കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പശ്ചാത്തല സൗകര്യം, പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിലും മേൽപ്പാലത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള പല മേൽപ്പാലങ്ങൾക്കും ഫണ്ട് അനുവദിക്കാൻ കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ മേൽപ്പാലങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനും ആളുകൾക്കൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് സ്ഥലത്തിന് ക്യാഷ് കൊടുക്കാനും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പല പദ്ധതികളും നമുക്ക് യാഥാർത്ഥ്യമാക്കാനും തുടക്കം കുറിക്കാനുമൊക്കെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് പട്ടാമ്പി കുളപ്പള്ളി റോഡ്, നിള IPT റോഡ്. അത് വളരെ വേഗത്തിലാണ്, വളരെ മനോഹരമായി വീതി കൂട്ടി അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ പട്ടാമ്പി പാലം എന്ന് പറയുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. സ്ഥലമേറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പട്ടാമ്പിയിൽ മേൽപ്പാലങ്ങൾ, അതിൽ വാടനാംകുറിശി മേൽപ്പാലം, അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. വല്ലപ്പുഴയിലെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. സ്ഥലമേറ്റെടുപ്പ് നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് തടയണകൾ. പ്രത്യേകിച്ച് നമ്മുടെ മൂതിക്കയം റെഗുലേറ്റർ,
അതോടൊപ്പം തന്നെ തിരുവേഗപ്പുറ തടയണ മുതിക്കയം പൂർത്തീകരിച്ചു. തിരുവേഗപ്പുറ തടയണയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് കോടിക്കണക്കിന് രൂപ അനുവദിക്കാൻ കിഫ്ബി വഴി കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്. കിഫ്ബി അതുകൊണ്ട് തന്നെ വികസന കാര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നതിന് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മാറ്റമുണ്ടാക്കാൻ കഴിയുകയും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും വലിയ സാമ്പത്തിക ബാക്കപ്പ് നൽകിയ ഒരു സംവിധാനമാണ്. കിഫ്ബിക്കെതിരായിട്ടുള്ള വലിയ അറ്റാക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതും കേരളത്തിൻ്റെ വികസനം നടക്കുന്നതിന് എതിരായി ചിന്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണെന്നുള്ള സംശയമില്ല. കേരളത്തെ നമുക്കറിയാം 50 കൊല്ലം കഴിഞ്ഞിട്ട് വരേണ്ട വികസനങ്ങൾ ഇന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന കിഫ്ബി ഏറ്റവും മികച്ച മാതൃകയാണ്. അത് മുന്നോട്ട് പോകണം. എല്ലാവിധ ഈ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഗതാഗത സൗകര്യങ്ങളുടെ പുരോഗതിയാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബിയിലൂടെ നടപ്പിലാക്കുന്നത് നിരവധി ബൃഹത്തായ പദ്ധതികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്ന് പട്ടാമ്പി പാലത്തിന്റെ നിർമ്മാണമാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പുതിയ പാലത്തിനായി 52.5 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 45 ലക്ഷത്തിലധികം രൂപ കൈമാറിയിട്ടുണ്ട്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടാമ്പിയിലേക്കും പുറത്തേക്കുമുള്ള യാത്ര കൂടുതൽ സുഗമമാകും. റെയിൽവേ പാതകൾ മുറിച്ചു കടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ എന്നിവ അത്യാവശ്യമാണ്. പട്ടാമ്പിയിൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. വടനാംകുറിശി റെയിൽവേ മേൽപ്പാലം 5.3 കോടി രൂപ ചെലവിൽ RBDCK നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 4 കോടിയിലധികം രൂപ ഇതിനകം കൈമാറി. ഇത് വടനാംകുറിശിയിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകും. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലം 23 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 50 ലക്ഷത്തോളം രൂപയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കൊടുമുണ്ട ഫ്ലൈ ഓവർ പട്ടാമ്പിയിലെ പ്രധാന ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി നിർമ്മിക്കുന്ന ഈ ഫ്ലൈ ഓവറിനായി 31 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 41 ലക്ഷം രൂപയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു. റോഡ് നവീകരണത്തിൽ നിള ഹോസ്പിറ്റൽ ഷൊർണൂർ IPT റോഡിന്റെ മെച്ചപ്പെടുത്തലിനായി 82 കോടി രൂപയുടെ വലിയ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. KRFB വഴി നടത്തുന്ന ഈ പദ്ധതിയുടെ 37 കോടിയിലധികം രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. ഇത് ഈ മേഖലയിലെ പ്രധാന ആശുപത്രിയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിനൊപ്പം ഷൊർണൂറുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തും. ഇവ കൂടാതെ വാണിയാംകുളം വല്ലപ്പുഴ റോഡ്, പട്ടാമ്പി അമയൂർ റോഡ് എന്നിവയുടെ നവീകരണ പദ്ധതികളും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. ഇവ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടാമ്പി മണ്ഡലത്തിലെ ഗതാഗത ശൃംഖല കൂടുതൽ കാര്യക്ഷമമാകും. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ സർക്കാർ ആശുപത്രികൾക്ക് വലിയ പങ്കുണ്ട്. പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് പ്രാദേശികമായി തന്നെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കിഫ്ബിയിലൂടെ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനമാണ് ഇതിൽ പ്രധാനം. പുതിയ OP വിഭാഗം, അത്യാഹിത വിഭാഗം, ആധുനിക രോഗനിർണയ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് വഴി 12.2 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് താലൂക്ക് ആശുപത്രിയുടെ സേവന നിലവാരം ഗണ്യമായി ഉയർത്തും. ഇതോടൊപ്പം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന കിഫ്ബി പദ്ധതിയുടെ പ്രയോജനം പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പട്ടാമ്പിയിലെ ജനങ്ങൾക്കും ലഭ്യമാകും. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാനും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. വിദ്യാഭ്യാസമാണ് ഒരു നാടിന്റെ പുരോഗതിയുടെ ആണിക്കല്ല്. പട്ടാമ്പി മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ, ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കിഫ്ബിയിലൂടെ വലിയ നിക്ഷേപമാണ് നടത്തുന്നത്.
വിദ്യാഭ്യാസ രംഗത്ത് പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്കായി നിരവധി ക്ലസ്റ്റർ നവീകരണ പദ്ധതികളാണ് കിഫ്ബി നടപ്പാക്കുന്നത്. ഈ പദ്ധതികളിലൂടെ പട്ടാമ്പി മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിൽ ആധുനിക കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് റൂമുകൾ, ലാബുകൾ, ലൈബ്രറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. ഇത് പഠന നിലവാരം ഉയർത്താൻ സഹായിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പട്ടാമ്പിയുടെ അഭിമാനമായ ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി KSITL വഴി 8.5 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതേ കോളേജിൽ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴി 8.3 കോടി രൂപ ചെലവിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഈ പദ്ധതികൾ പട്ടാമ്പിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും കായിക പരിശീലനത്തിനും മികച്ച അവസരങ്ങൾ ഒരുക്കും. ജലസേചനത്തിനും ഗതാഗതത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പദ്ധതികളും കിഫ്ബി പട്ടാമ്പിയിൽ നടപ്പാക്കുന്നുണ്ട്. തൂത്തപ്പുഴയ്ക്ക് കുറുകെ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കാലടിക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിന് താഴെയായി ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്ന പദ്ധതി ഇതിന് ഉദാഹരണമാണ്. 29 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് നടപ്പിലാക്കുന്നത്. ഇതിനകം 4 കോടിയിലധികം രൂപയുടെ പണികൾ നടന്നിട്ടുണ്ട്. ഇത് പൂർത്തിയാകുമ്പോൾ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പുഴയുടെ ഇരുകരകളിലുമുള്ളവർക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും സാധിക്കും. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിനും ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. ഈ ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ റവന്യൂ വകുപ്പുകൾ കിഫ്ബി സഹായത്തോടെ പട്ടാമ്പിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു. പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഇംപാക്ട് കേരള ലിമിറ്റഡ് വഴി കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് നഗരസഭാ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. റവന്യൂ സംബന്ധമായ വിവിധ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് സേവനം എളുപ്പമാക്കാൻ പട്ടാമ്പിയിൽ ഒരു റവന്യൂ ടവർ നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് 25 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഈ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ സർക്കാർ സേവനങ്ങൾക്കായി ജനങ്ങൾ അലയുന്നത് ഒഴിവാക്കാനാകും. സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകി തൊഴിൽ വിപണിക്ക് അനുയോജ്യരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് KDISC വഴി നടപ്പിലാക്കുന്ന വീടിനടുത്ത് തൊഴിൽ പദ്ധതിയുടെ പ്രയോജനം പട്ടാമ്പിയിലെ യുവജനങ്ങൾക്കും ലഭിക്കും. 27.5 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഇത്രയും പദ്ധതികൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനാണ് സർക്കാർ കിഫ്ബിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലവിഭവം, ഭരണം, കായികം, നൈപുണ്യ വികസനം തുടങ്ങി എല്ലാ മേഖലകളിലും വലിയ നിക്ഷേപം നടക്കുന്നു. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം പട്ടാമ്പി നഗരസഭയിലെയും കോപ്പം, കുലക്കല്ലൂർ, മുതുതല, ഓങ്ങല്ലൂർ, പരുത്തൂർ, തിരുവേഗപ്പുറ, വിളയൂർ എന്നീ പഞ്ചായത്തുകളിലെയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മികച്ച റോഡുകളും പാലങ്ങളും ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും കാര്യക്ഷമമായ സർക്കാർ സേവനങ്ങളും മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും പട്ടാമ്പിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാകുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ പട്ടാമ്പിയുടെ ശോഭനമായ നാളുകൾക്കുള്ള ഉറപ്പാണ്. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.